ദേ ഈ ദൃശ്യത്തിൽ കാണുന്ന മനുഷ്യനെ ഓർമ്മയുണ്ടോ? വയനാട് ദുരന്തമുഖത്തെ സാധാരണക്കാരായ അതിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യരെ ചികിത്സിക്കുന്ന തിരക്കിലാണ് ഡോക്ടർ ജോ ജോസഫ്. ചിലപ്പോൾ ആ പേര് ചിലരെങ്കിലും മറന്നുപോകാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ്. ഇപ്പോൾ ചിലർക്ക് ഓർമ്മ വന്നില്ലേ? ഉമാ തോമസ് എന്ന PT തോമസിൻ്റെ പത്നിക്ക് വേണ്ടി ചിലർ പരാജയപ്പെടുത്തിയ അതേ ഡോക്ടർ. തൃക്കാക്കര മാത്രമേ നിങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയുള്ളൂ. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് അദ്ദേഹത്തിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം വയനാട് നിന്ന് പുറത്തു വന്നൊരു ദൃശ്യമാണ്. ഇതിനോടൊപ്പം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കണം. കാര്യം ഇത്തരം സാമൂഹ്യ പ്രവർത്തന മനസ്സുള്ള മനുഷ്യരെ ജനം അറിയേണ്ടതുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ചാലും ചിലപ്പോൾ പലരും അത് അറിയാറില്ല. പക്ഷേ എറണാകുളം സ്വദേശിയായ തനിക്ക് വയനാടുള്ള ദുരന്തമറിഞ്ഞപ്പോൾ അവിടെ പോയി സഹായിക്കാൻ തോന്നിയ ആ മനസ്സിൻ്റെ പേരാണ് ജനക്ഷേമ പ്രവർത്തനം. ആ ജനക്ഷേമ പ്രവർത്തനത്തിന് ഇറങ്ങിയതിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. അതെന്തെന്ന് കേൾക്കാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. വയനാട് ഒറ്റപ്പെട്ടിട്ടില്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനേകം കരങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടാണെന്ന് ബോധ്യപ്പെട്ട 2 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഞാനും പ്രിയ സുഹൃത്ത് ലിസി ആശുപത്രിയിലെ തന്നെ നഴ്സുമായ ടോണിയും മേപ്പാടിയിലെ മെഡിക്കൽ സംഘത്തോടൊപ്പം ചേർന്ന് ക്യാമ്പുകളിൽ മെഡിക്കൽ സേവനം നൽകി. ചൂരൽമലയിലെ മെഡിക്കൽ സംഘത്തോടൊപ്പം ഒരു ദിവസം ചിലവഴിച്ചു. അമൃത ആശുപത്രി സജ്ജമാക്കിയ ഡിസാസ്റ്റർ മാനേജർ യൂണിറ്റിൻ്റെ ഭാഗമായി രോഗികൾക്ക് എക്കോ, കാർഡിയോഗ്രാം, ECG ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ സേവനങ്ങൾ ലഭ്യമാക്കി. ക്യാമ്പുകളിൽ കഴിയുന്ന ഹൃദ്രോഗികൾക്ക് ചികിത്സാരേഖകൾ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെ സഹായിക്കുവാനായി കോഴിക്കോടുള്ള ഹൃദ്രോഗ വിദഗ്ധരായ സുഹൃത്തുക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് സർക്കാർ ആരോഗ്യമേഖലയോട് തോൾ ചേർന്ന് ക്യാമ്പുകൾ പ്ലാൻ ചെയ്യുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകളാണെങ്കിൽ മേപ്പാടിയിലെ ക്യാമ്പുകളിൽ കണ്ടത് അനേകർ ദുരിതബാധിതരുടെ കണ്ണൊപ്പുന്നതാണ്. ഒന്നുറപ്പ്, ഇതും നാം അതിജീവിക്കും. കേട്ടില്ലേ? ഒരു ഡോക്ടറാണ് അദ്ദേഹം. സന്നദ്ധ സേവകനായി മുണ്ടക്കൈ ക്യാമ്പിലെത്തിയതിന് ശേഷം കുറിച്ച വാക്കുകളാണ്. ആ വാക്കുകളിലെ ആർദ്രതയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യൻ അഥവാ മനുഷ്യത്വം. ആ മനുഷ്യത്വത്തെ തന്നെയാണ് ഇടതുപക്ഷം തൃക്കാക്കരയിലും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾ അതിനെ തിരസ്കരിച്ചെങ്കിലും വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിൽ നിന്ന് വേദനിച്ച് പിന്മാറിയില്ല. തൻ്റെ പ്രവർത്തന മണ്ഡലം ജനങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കഴിയാവുന്ന വിധം ആ ഉത്തരവാദിത്തം പലയിടങ്ങളിലും ദുരിതബാധിതർക്കായി നിറവേറ്റാനുള്ള മനസ്സും കാണിക്കുന്നുണ്ട്. ഇതാണ് ചില മനുഷ്യർ. ആ മനുഷ്യരെയാണ് ചിലർ തിരസ്കരിച്ചതെങ്കിലും അവർ അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ആ സേവനം തുടരുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ജോ ജോസഫ് എന്ന ഡോക്ടർ പലർക്കും ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി സുഹൃത്തും സഹോദര തുല്യനും ഒപ്പം ഒരു സഖാവുമായി മാറിയത്. ആ പ്രവർത്തനം ദുരന്ത മേഖലയിൽ അദ്ദേഹം ചെയ്യുമ്പോഴും ഉള്ളിലെ ആ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനത്തിൽ മുഴുകിയതെന്ന് ഈ ദൃശ്യങ്ങളും ആ വാക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് വ്യക്തികളെ ഏതു മേഖലയിലായിരുന്നാലും വ്യത്യസ്തനാക്കുന്നതും.